ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നേപ്പാളി ചിക്കൗനിയാണ്. വളരെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നേപ്പാളികൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതുമായ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതുമായ ഒരു റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നേപ്പാളി ചിക്കൗനി. നേപ്പാളി ചിക്കൻ റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കട്ട തൈരാണെങ്കിൽ കുറച്ചൊരു വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം. ഇനി തൈരിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാങ്ങാപ്പൊടിയാണ്. നമ്മുടെ പച്ചമാങ്ങ ഉണക്കി പൊടിച്ച പൊടി സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തത്. അല്പം വലിയ സവാളയായതുകൊണ്ട് പകുതി എടുത്തത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. എന്തായാലും റെഡിയാക്കി നോക്കണേ നിങ്ങൾ. ഇതുപോലെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്ന് കടുകൊക്കെ ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അത് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്യുക കേട്ടോ. ഇനി താളിച്ചൊഴിച്ച് കൊടുക്കാം. കടുക് താളിക്കാനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി കയ്യിലില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ. ഇങ്ങനെ മതിയേ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കി വെച്ച തൈരും പൊട്ടറ്റോ ഉള്ള അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നേപ്പാളി ചിക്കൗനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ വേടയിൽ സൈഡ് ഡിഷായിട്ട് കഴിക്കാം കേട്ടോ. എന്തിൻ്റെ കൂടെ വേണേലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നേപ്പാളി ചിക്കൗനി. ഞാൻ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ? കാണുമ്പം തന്നെ നല്ല ഒരു ഭംഗിയിൽ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും കഴിയത്തില്ലേ? നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അവർക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഞാനിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.